ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +2 അക്കൗണ്ടിങ്ങിലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും രണ്ടാമത്തത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാർട്ണർക്ക് വേണ്ടി ഒരു അക്കൗണ്ട് മാത്രം, അതായത് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും അതിനകത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇവയെല്ലാം നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ രേഖപ്പെടുത്തും. ഒരു പാർട്ണർക്ക് ഒരു അക്കൗണ്ടേ ഉള്ളൂ, അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം വ്യത്യാസങ്ങൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഓരോ പാർട്ണർക്കും രണ്ട് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പാർട്ണർക്ക് വേണ്ടിയിട്ട് രണ്ട് അക്കൗണ്ടുകൾ വേണം. ഒന്നാമത്തെ അക്കൗണ്ടിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയും, രണ്ടാമത്തെ അക്കൗണ്ടിന്റെ പേര് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില് ഒരു പാർട്ണർക്ക് രണ്ട് അക്കൗണ്ടുകൾ വേണം, ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, കറണ്ട് അക്കൗണ്ടും വേണം. ഇനി നമ്മൾ എന്താ അതിലെ ഓരോന്നിലും ഏതൊക്കെ കാര്യങ്ങളൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിരിക്കുന്ന എഴുതണം, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ പാർട്ട്നേഴ്സ് ചിലപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാം. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതേണ്ടത്, കറണ്ട് അക്കൗണ്ടിലല്ല. അതുപോലെ തന്നെ ഡ്രോയിങ്സ്, ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റമാണ്. ഡ്രോയിങ്സിനെ നമ്മൾ രണ്ട് തരത്തിൽ തിരിക്കണം. സാധാരണ ഡ്രോയിങ്സ് ആണെങ്കിൽ അത്, അതായത് ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലേക്ക് ഇടണം. എന്നാൽ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, അതായത് പെർമനന്റ് വിഡ്രോവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിരിക്കും. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനന്റ് വിഡ്രോവൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് പണം പിൻവലിച്ചാണെങ്കിൽ അത് നമ്മൾ എവിടെ രേഖപ്പെടുത്താവുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ടിലേ എഴുതാവുള്ളൂ, കറണ്ട് അക്കൗണ്ടിലല്ല. അപ്പൊ ഒന്നുകൂടെ പറയാം, ഡ്രോയിങ്സിനെ നമ്മൾ അതിന്റെ നേച്ചർ അനുസരിച്ചാണ് കറണ്ട് അക്കൗണ്ടിലാണോ ക്യാപിറ്റൽ അക്കൗണ്ടിലാണോ രേഖപ്പെടുത്തേണ്ടത് തീരുമാനിക്കുന്നത്. സാധാരണ ഡ്രോയിങ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. എന്നാൽ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനന്റ് ഡ്രോയിങ്സ് എന്നാണ് പറയുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, റെമ്യൂണറേഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ലോസ്, ഇതെല്ലാം കറണ്ട് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ, പെർമനന്റ് ഡ്രോയിങ്സ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ, 3 കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കറണ്ട് അക്കൗണ്ടിലേക്കാണ്. ഇനി കറണ്ട് അക്കൗണ്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും. എന്നാൽ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആവണമെന്നില്ല. ചിലപ്പം ഒരു പാർട്ണറുടെ കറണ്ട് അക്കൗണ്ടിന് എന്ത് ബാലൻസും വരാം, ഡെബിറ്റ് ബാലൻസും. അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കറണ്ട് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരാളുടെ ക്രെഡിറ്റ് ആവാം, ചിലപ്പോൾ രണ്ടുപേരുടെയും ക്രെഡിറ്റ് ആവാം, ചിലപ്പോൾ രണ്ടുപേരും ഡെബിറ്റ് ആവാം, ചിലപ്പോൾ ഒരാളുടെ ഡെബിറ്റും ഒരാളുടെ ക്രെഡിറ്റും ആവാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നോക്കി മാത്രമേ എഴുതാവുള്ളൂ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, കറണ്ട് അക്കൗണ്ട് ബാലൻസ് തന്നിരിക്കുന്ന ഒരാളുടെ ഡെബിറ്റ് ആണെങ്കിൽ അത് അയാളുടെ കറണ്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാവുള്ളൂ, ഡെബിറ്റ് സൈഡിൽ എഴുതാൻ പാടുള്ളൂ. ക്രെഡിറ്റ് ഉള്ളവരുടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് അങ്ങനെ എഴുതണം. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം പരിചയപ്പെടാം. പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അരുൺ ആൻഡ് കിരൺ ആർ പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ 3:2. അരുണും കിരണും പാർട്ട്നേഴ്സ് ആണ്, റേഷ്യോ 3:2 ആണ്. ദർ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ ഓരോ പാർട്ണർക്ക് രണ്ട് അക്കൗണ്ട് വേണം, ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, കറണ്ട് അക്കൗണ്ടും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് അക്കൗണ്ട്, ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളത്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലും സാധാരണ നമ്മൾ കമ്പൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു കോളം അരുണിനും കൊടുത്തു, ഒരു കോളം കിരണിനും. ഇവിടെ ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിലും അരുണിന് കിരണിന് കോളം ഉണ്ട്. കറണ്ട് അക്കൗണ്ടും അതേ ഫോമാറ്റ് ആണ്, സെയിം ആണ്, ഫോമാറ്റ് സെയിം ആണ്. ഇനി അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓൺ 1/1/2019 50,000 ആൻഡ് 40,000 റെസ്പെക്റ്റീവ്ലി. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് 50,000 40,000, അപ്പൊ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരണം. ഇനി കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് തന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ₹20,000 ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട്, ആൻഡ് ₹10,000 ഡെബിറ്റ് റെസ്പെക്റ്റീവ്ലി. അതായത് അരുണും കിരണുമാണ്. അരുണിന്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് 20,000 എന്ന് പറയുന്നു. കിരണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 10,000 ഡെബിറ്റ് ആണ് പറയുന്നത് റെസ്പെക്റ്റീവ്. അപ്പൊ ആ പേരിന്റെ ക്രമത്തിൽ തന്നെയാണ് എമൗണ്ട് പറയുന്നത്. 10,000 എന്ന് പറഞ്ഞിട്ട് കിരണിന് ഡെബിറ്റ് ആണ്. അപ്പൊ അത് ആ ബാലൻസ് ഏത് സൈഡിൽ എഴുതണം? ഡെബിറ്റ് സൈഡിൽ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്.
ഇനി പാർട്ട്നേഴ്സ് ഗെറ്റ് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുന്ന പോലെ കണ്ടുപിടിച്ചിട്ട് അത് കറണ്ട് അക്കൗണ്ടിലേക്കാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ₹5000 and 3000. അവിടെ ഡ്രോയിങ്സ് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്, അപ്പൊ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം. അല്ലെ പെർമനന്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം. ഇനി സാധാരണ ഡ്രോയിങ്സ് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% പെർ ആനം. 10% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്, അത് കറണ്ട് അക്കൗണ്ടിലാണ് വരേണ്ടത്. അതുപോലെ അരുൺ ഗെറ്റ്സ് എ മന്ത്ലി സാലറി ₹1000. അരുണിന് പ്രതിമാസം 1000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, അത് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകണം. കിരൺ ഗെറ്റ്സ് ആൻ ആനുവൽ കമ്മീഷൻ ₹4000. കിരണിന് ആനുവൽ കമ്മീഷൻ, അതും കറണ്ട് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞുള്ള പ്രോഫിറ്റ് 15000 എന്ന് പറയുന്നു, അതും കറണ്ട് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ ഇഫ് എനി, പെർമനന്റ് ഡ്രോയിങ്സ്, ഈ 3 കാര്യങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരാവുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ കറണ്ട് അക്കൗണ്ടിലേക്ക് പോകണം. കറണ്ട് അക്കൗണ്ട് എഴുതി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കറണ്ട് അക്കൗണ്ടിൽ ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വേണം ബാലൻസ് ടു ബാലൻസ് BD എന്ന് എഴുതാൻ. ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ചിലപ്പോൾ ഒരു പാർട്ണർക്ക് ഡെബിറ്റ് ബാലൻസ് ആവാം, ഒരു പാർട്ണർക്ക് ക്രെഡിറ്റ് ബാലൻസ് ആവാം. അതനുസരിച്ച് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകാം, പ്രോബ്ലം ചെയ്യാം. ആനന്ദ് ആൻഡ് കിരൺ ആർ പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ 3:2. their capital account balance on 1/1/2019. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ബാലൻസ് ആണ്? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വരില്ല, കറണ്ട് അക്കൗണ്ട്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഡേറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് 1/1/2019. അപ്പൊ ഡേറ്റ് ഓപ്പണിംഗ് അറിയാം. ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ 1/1/2019 എഴുതി. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് ബൈ ബാലൻസ് BD ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എഴുതണം. എത്രയാണ്? ഒന്നാമത്തെ ആളുടെ 50000, രണ്ടാമത്തെ ആളുടെ 40000. 50000 40000. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആയി. ഇനി അടുത്ത പറയുന്ന ഓരോന്നും പറയുന്ന അനുസരിച്ച് എഴുതി പോയാൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ₹20,000 ക്രെഡിറ്റ്, ₹10,000 ഡെബിറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പം അരുണിന് 20,000 ക്രെഡിറ്റും കിരണിന് ഡെബിറ്റും ആണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് എഴുതണം. അത് ഡേറ്റ് 1/1/2019 ആണ്. അപ്പം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ആളുള്ളതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഒരെണ്ണം എഴുതണം. ബൈ ബാലൻസ് BD. ആർക്കാണ് ക്രെഡിറ്റ് എന്ന് നോക്കണം. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ₹20,000 അതിന് 10000. അപ്പൊ ഒന്നാമത്തെ ആളിന് ക്രെഡിറ്റ് ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ആളിന് നമ്മൾ ക്രെഡിറ്റിൽ എഴുതണം. എത്രയാണ് എമൗണ്ട്? ബൈ ബാലൻസ് BD 20,000. അരുണിന് 20,000. ഇനി കിരണിന്റെ നമ്മൾ ഇവിടെ എഴുതില്ല, കാരണം ഇവിടെ പറയുന്നുണ്ട് കിരണിന് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെ. കിരണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്, അയാൾക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് നിൽക്കുന്നത്. ടു ബാലൻസ്, ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാകുമ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുന്നില്ലായിരുന്നു. ഇവിടെ വരുമ്പോൾ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. ഇവിടെ ഒരാൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് അയാൾക്ക് എഴുതി, മറ്റേ ആൾക്ക് ഡെബിറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ വേണം ഓപ്പണിംഗ് ബാലൻസ് എഴുതാൻ. അപ്പൊ അരുണിനല്ല കിരണിനാണ്. അപ്പൊ കിരണിന്റെ കോളത്തിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പാർട്ട്നേഴ്സ് ഗെറ്റ് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് നമുക്ക് എഴുതിയിട്ട് പോവാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, പാർട്ട്നേഴ്സ് സംബന്ധിച്ച് ഇൻകം ആണ്. അപ്പം ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കറണ്ട് അക്കൗണ്ടിൽ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. ഇപ്പം ജേർണൽ എൻട്രി എന്ന് പറയുന്ന ഫേമിന്റെ ബുക്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, ഫേമിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, കറണ്ട് അക്കൗണ്ടിലേക്കാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് അക്കൗണ്ടിങ് അവസാനിക്കുമ്പോഴാണ് ഇതെല്ലാം കൊടുക്കുന്നത്. 31/12/19 ബൈ അത് കറണ്ട് അക്കൗണ്ടിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കറണ്ട് അക്കൗണ്ടിലേക്കാണ് എഴുതേണ്ടത്. എത്രയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരില്ല. 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ ബാലൻസിനാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിന് അല്ല, കറണ്ട് അക്കൗണ്ട് ബാലൻസ് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നോക്കിയിട്ട് അതിന് 5% ആണ്. ഇപ്പൊ ഇവിടെ അരുണിന് 50,000 ക്യാപിറ്റൽ അക്കൗണ്ട്, അതിന്റെ 5% വരുമ്പോൾ 2,500 വരും. ഇനി രണ്ടാമത്തെ ആളുടെ നോക്കാം. ക്യാപിറ്റൽ 40,000, അപ്പം അതിന്റെ 5% 2,000. അപ്പൊ അത് കണ്ടുപിടിക്കാൻ സംശയമുള്ള കുട്ടികൾ അത് വർക്കിംഗ് നോട്ട്സിൽ എഴുതി ചെയ്തോണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പാർട്ട്നേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പറയുന്നുണ്ട്. ഡ്രോയിങ്സ് ഉണ്ട്, എത്ര? 5000, 3000 ഉണ്ട്. അത് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ്, ക്യാപിറ്റലിൽ നിന്നാണ്. ഇപ്പൊ ക്യാപിറ്റലിൽ നിന്നുള്ള ഡ്രോയിങ്സ് ആണെങ്കിൽ അത് എവിടെ വരണം? ക്യാപിറ്റൽ അക്കൗണ്ടില്ല, കറണ്ട് അക്കൗണ്ടില്ല.
ഡ്രോയിങ്സ് റുപ്പീസ് 5000 3000 എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഇവിടെ എഴുതാം. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇവിടെ കറണ്ട് അക്കൗണ്ടിൽ എടുക്കണം. ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നോ പെർമനന്റ് ഡ്രോയിങ്സ് എന്നോ പറയുന്നെങ്കിൽ എവിടെ വേണം എടുക്കാൻ? അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പൊ ഡ്രോയിങ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ കുറയും അല്ലെ? ഇപ്പം ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ആരെ ഡെബിറ്റ് ചെയ്യും? ഡ്രോയിങ്സിനെ. അപ്പം ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും വരും. ക്ലോസിംഗ് ഡേറ്റിൽ അത് എഴുതാം. ടു ഡ്രോയിങ്സ്. ഇത് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. വെറുതെ സാധാരണ ഡ്രോയിങ്സ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെയാണ് എഴുതേണ്ടിയിരുന്നത്. ഡ്രോയിങ്സ് എത്രയാണ്? ഒന്നാമത്തെ ആളുടെ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ റുപ്പീസ് 5000. അരുണിന് 5000 അതുപോലെ കിരണിന് 3000 അപ്പൊ നമ്മൾ അത് എഴുതി. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നും ഇവിടെ വരില്ല. അതെവിടെയാണ്? നമ്മൾ പഴയ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്ത പോലെ തന്നെ കറണ്ട് അക്കൗണ്ടിലേക്ക്, അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒന്നും ഇവിടെ അത് അതിന്റെ സ്ഥാനത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഇവിടെയാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ ഫാമിലിയെ സംബന്ധിച്ചൊരു ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യും അല്ലെ? അവരുടെ കറണ്ട് അക്കൗണ്ടിൽ അത്രയും കുറയ്ക്കുകയാണ്. ഇപ്പം കറണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? 10% എന്നാ പറയുന്നത് അല്ലെ? 10%. അപ്പൊ ഡ്രോയിങ്സിന് എത്രയാന്ന് നോക്കണം. അതിന്റെ 10%. അപ്പൊ ഇവിടെ 5000 അതിന്റെ 10% എത്ര വരും? 500. 5000 ഗുണം 10/100. ഇനി 3000 ആണ്. അപ്പൊ 3000 ഗുണം 10/100 വരുമ്പോ 300 വരും. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എഴുതി കഴിഞ്ഞു. ഇനി അരുൺ ഗെറ്റ്സ് എ മന്ത്ലി സാലറി റുപ്പീസ് 1000. അവിടെ അരുണിന് മാസം 1000 രൂപ വെച്ച് സാലറി കൊടുക്കുന്നത്. മന്ത്ലി ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അപ്പൊ സാലറി ഫെയിമിനെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പൊ സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. സാലറി അക്കൗണ്ട് ഡെറ്റർ. ഇത് പാർട്ണറെ സംബന്ധിച്ചൊരു ഇൻകം ആണ്. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കല്ല പോകുന്നത്, കറണ്ട് അക്കൗണ്ടിലേക്കാണ്. ഇപ്പം പാർട്ണറുടെ കറണ്ട് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ചെയ്താൽ മതി. ജനറൽ എൻട്രി എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു കറണ്ട് അക്കൗണ്ട്. ആരുടെ കറണ്ട് അക്കൗണ്ട് ആണ്? അരുൺ ആണ് അല്ലെ? അപ്പൊ അരുൺസ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു അരുൺസ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ അരുണിന്റെ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില് ബൈ സാലറി. അവിടെ ശ്രദ്ധിക്കണം, മന്ത്ലി 1000 അല്ലെ? മന്ത്ലി 1000 പറഞ്ഞേക്കുന്നത്. അപ്പൊ 1000 ഗുണം 12 ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആനുവൽ സാലറി പറയാം. അങ്ങനെയാണെങ്കിൽ അത് ടോട്ടൽ എടുത്താൽ മതി. അപ്പൊ അരുണിനാണ് അത് ഓർക്കാൻ കോളം മാറി പോവരുത്. അരുൺ ഗെറ്റ്സ് എ മന്ത്ലി സാലറി റുപ്പീസ് 1000. അപ്പൊ അരുണിന് എത്ര വരും? 1000 ഗുണം 12 12000. ഇയാൾക്ക് ഇല്ല. അപ്പൊ നമ്മൾ അതും എഴുതി. ഇനി അടുത്തത് കിരൺ ഗെറ്റ്സ് ആൻ ആനുവൽ കമ്മീഷൻ ഓഫ് റുപ്പീസ് 4000. കിരണിന് ഒരു ആനുവൽ ആയിട്ട് കമ്മീഷൻ, വാർഷികമായിട്ട് ഒരു കമ്മീഷൻ കൊടുക്കുന്നത് 4000. അപ്പം കമ്മീഷൻ കൊടുക്കുമ്പോൾ അത് ഫെമിനെ സംബന്ധിച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പാർട്ണറെ സംബന്ധിച്ച് അത് ഇൻകം ആണ്. അയാളുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഇവിടെ കറണ്ട് അക്കൗണ്ടിലേക്ക് വരുന്ന കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ബൈ കമ്മീഷൻ. ആനുവൽ കമ്മീഷൻ ആണ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആനുവൽ കമ്മീഷൻ എന്ന് പറയുന്നത് 4000 രൂപ. അപ്പം കിരണിന്റെ അക്കൗണ്ട് കോളം മാറി പോവില്ല, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. 4000. ഇനി നമുക്ക് നോക്കാം പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15000. അപ്പം പ്രോഫിറ്റ് എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയി 3:2 ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അരുണിന് എത്ര കിട്ടും നോക്കണം. അരുണിന്റെ ഷെയർ എന്ന് പറയുന്നത് 15000 ഇൻറ്റു 3/5. 3/5 എന്ന് പറഞ്ഞാൽ 3:2. അപ്പം 3 × 5. 5ൽ 3 ഭാഗം അരുണിന് കിട്ടും, 5ൽ 2 ഭാഗം കിരണിന് കിട്ടും. അപ്പം അരുണിന് കിട്ടുന്നത് എത്രയാണ്? വർക്കിംഗ് നോട്ട്സിൽ അത് എഴുതാം നിങ്ങൾക്ക്. അരുൺ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15000 ഇൻറ്റു 3/5, അതായത് 9000 വരും. ഇനി കിരണിനെ സംബന്ധിച്ച് 15000 ഇൻറ്റു 2/5 ആണ്, അതായത് 4000 വരും. 6000 വരും. 6000 3ൽ 2 ഭാഗം. അപ്പൊ നമ്മൾ അവരുടെ ക്യാപിറ്റൽ കൂടാൻ കാരണമാകുന്നതാണ് അല്ലെ? അപ്പം ജേണൽ എൻട്രി എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിലേക്കാണ് ഇവിടെ പോകേണ്ടത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പം ഒന്നാമത്തെ ആളിന് 15000ന്റെ 5ൽ 3 ഭാഗം, അതായത് 9000 കിട്ടും. രണ്ടാമത്തെ ആൾക്ക് 5ൽ 2 ഭാഗം 6000. അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോക്കുക.
ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി, കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതി പോകുന്ന ഒരാളിന് ക്രെഡിറ്റ് ആയിരുന്നു അത് അയാളുടെ കോളത്തിൽ എഴുതി, ഡെബിറ്റ് ഉള്ളത് ഡെബിറ്റ് കോളത്തിൽ എഴുതി. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാവുള്ളൂ. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ നേരത്തെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ കണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, എന്തെങ്കിലും റെമ്യൂണറേഷനോ അതിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം ഇവിടെ എഴുതാവുള്ളൂ, കറണ്ട് അക്കൗണ്ടിൽ എഴുതാവുള്ളൂ. ബാലൻസ് കൂടാൻ കാരണമാകുന്നൊക്കെ ക്രെഡിറ്റ് സൈഡിലും കുറയാൻ കാരണമാകുന്നൊക്കെ ഡെബിറ്റ് സൈഡിലും എഴുതുക. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതണമായിരുന്നു. അഡീഷണൽ ക്യാപിറ്റൽ വരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെയാണ് എഴുതേണ്ടത്. ഇത് വന്നിട്ടില്ല. നമുക്ക് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ബാലൻസ് ചെയ്യുന്നത്. അരുണിന്റെ കോളം ബാലൻസ് ചെയ്തിട്ട് അടുത്ത ആളുടെ ചെയ്യാം. അപ്പൊ അരുണിന്റെ ക്രെഡിറ്റ് ടോട്ടൽ 50,000 ആണ്. ഡെബിറ്റിലേക്ക് അത് എഴുതി. ഇനി ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് തന്നെ ടു ബാലൻസ് സി ഡി എത്രയാണ്? ബാലൻസ് സി ഡി 50,000 വന്നു. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 45,000. രൂപയാണ് ബാലൻസ് വരുന്നത്. 45,000. ഇനി നമുക്ക് രണ്ടാമത്തെ ആളുടെ നോക്കാം. അയാളുടെ ടോട്ടൽ എത്രയാണ്? 40,000. അത് ഇങ്ങോട്ട് എഴുതി. ഡിഫറൻസ് വരുമ്പോ 37,000 വരും. അപ്പൊ ഇത് ബാലൻസിംഗ് ഫിഗറിലാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ബാലൻസിംഗ് ഫിഗറിൽ കിട്ടുന്ന ഐറ്റമാണ്. ഇനി നമുക്ക് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് ആയിരിക്കാം കൂടുതൽ. അപ്പൊ അത് നോക്കണം ഓരോരുത്തരുടെ. അപ്പൊ അരുണിന്റെ നോക്കുമ്പോൾ 20 ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിൽ 500 രൂപയുള്ളൂ. അപ്പൊ അത് കൂട്ടി ഇവിടെ എഴുതാം. ക്രെഡിറ്റ് സൈഡ് കൂട്ടി എഴുതാം. $43,500. അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണം. ബാലൻസ് ക്ലോസിംഗ് ഡേറ്റിൽ തന്നെ ബാലൻസ് സി ഡി എത്ര വരും? 43,000 വരും. 43,000. 43,500 500 ഉണ്ട്. 43,000. ഇനി നമുക്ക് കിരണിന്റെ നോക്കാം. കിരണിന് ഡെബിറ്റ് സൈഡിൽ 10,300 ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 12,000. ഇപ്പൊ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 12,000 എഴുതി. ഡിഫറൻസ് പറയുന്നത് എത്ര വരും? 0 3 7 10 1 1 1 2 1,700. ഇതാണ് കറണ്ട് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. അപ്പൊ നമ്മളെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് 2 അക്കൗണ്ട്, ഒരു പാർട്ണർ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അത് ക്രെഡിറ്റ് ആയിരിക്കും. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പെർമനന്റ് ഡ്രോയിങ്സ് അല്ലെ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ. ബാലൻസ് ചെയ്യുമ്പോൾ ഇതാണ് ക്ലോസിംഗ് ബാലൻസ് കിട്ടിയത്. ഇനി കറണ്ട് അക്കൗണ്ട് വരാം. കറണ്ട് അക്കൗണ്ടിന് പാർട്ണേഴ്സിന് ചിലപ്പോൾ ഡെബിറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. ഇവിടെ ഒരാളുടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് അയാൾക്ക് ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ബൈ ബാലൻസ് ബി ഡി തന്നിരുന്നതാണ്. ഒരാൾക്ക് ഡെബിറ്റ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിലാണ് എഴുതിയത്. പിന്നെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് കൂടാൻ കാരണമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇതെല്ലാം ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ എഴുതിയാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ എഴുതാവുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കറണ്ട് അക്കൗണ്ടിൽ എഴുതി. ബാലൻസ് കണ്ടുപിടിക്കാം. ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ നോക്കണം, ചിലപ്പോൾ ഡെബിറ്റ് സൈഡിൽ കൂടുതൽ വരാം. ഇപ്പം ഓപ്പണിംഗിൽ കിരണിന് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു, പക്ഷെ അത് ക്ലോസിംഗ് ആയപ്പോൾ ക്രെഡിറ്റ് ആയി മാറി. അപ്പം അതുകൊണ്ട് ഏത് സൈഡാണ് കൂടുതൽ? ഇപ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അത് 43,500 വന്നു. ഇവിടെ കൂട്ടി എഴുതി. ഡിഫറൻസ് 43,000 ക്ലോസിംഗ് ബാലൻസ്. രണ്ടാമത്തെ ആളിന് കിരണിന് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 10,000 ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് നിന്നാണ്, പക്ഷെ 10,300 ഇവിടെ ടോട്ടൽ വരുന്നുള്ളൂ. ഇവിടെ 12,000 വന്നുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് കൂട്ടി അവിടെ എഴുതി. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. ബാലൻസ് 1,700. അപ്പൊ ഇങ്ങനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡില് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമിന് വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്കാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ.